ശരീരസ്നേഹം എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് വിധവയുടെ ചെമ്പുകാശിനെ കുറിച്ചൊക്കെയാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഈശോ ഭണ്ഡാരത്തിന്റെ അവിടെ വന്നിട്ട് ഓരോരുത്തരും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന തുക നോക്കുകയാണ്. അപ്പോൾ ഓരോ ധനികര് വന്നിട്ട് വലിയ വലിയ തുകകൾ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് ഏറ്റവും മൂല്യം കുറഞ്ഞ, ഏറ്റവും വാല്യൂ കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ അദ്ദേഹം അതിൽ നിക്ഷേപിക്കുകയാണ്. ഈശോ പറയുകയാണ്, നോക്കൂ, ഈ സ്ത്രീ മറ്റാരേക്കാളും കൂടുതലായിട്ട് നിക്ഷേപിച്ചിരിക്കുന്നു. കാരണം എന്താണ്? അത് അവളുടെ അധ്വാനത്തിന്റെ ആകെ തുകയാണ്. അവളുടെ ശരിക്കും ഈ നിക്ഷേപിച്ച പൈസയും അവളുടെ വരുമാനവും വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു തുകയാണ്. അതായത് എന്ത് കൊടുത്തു എന്നല്ല, മറിച്ച് എന്ത് മനോഭാവത്തോടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിധവയായിട്ടുള്ള ഈ സ്ത്രീ നിക്ഷേപിച്ചത് ഏറ്റവും വില കുറഞ്ഞ 2 വസ്തുക്കളായിരുന്നു, 2 ചെമ്പ് നാണയങ്ങളായിരുന്നു. പക്ഷെ അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതവുമായിട്ട് അത് തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വിലയുള്ളതാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷം ചെയ്യുമ്പോൾ ദൈവത്തിനുള്ള നമ്മുടെ സമർപ്പണങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അത് പണമാകട്ടെ, സമയമാകട്ടെ, നമ്മുടെ അധ്വാനമാകട്ടെ, അത് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ എന്തു കൊടുത്തു എന്നുള്ളതല്ല, മറിച്ച് എന്ത് മനോഭാവത്തോടെ അത് കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ആത്മീയ കാര്യങ്ങളൊക്കെ ആയിട്ട് നീക്കിവെക്കുന്ന സമയം, ഞാൻ ആത്മീയ കാര്യങ്ങളിൽ ചെലുത്തുന്ന ചില അധ്വാനങ്ങൾ, ഞാൻ ചില ചാരിറ്റി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം എന്ത് മനോഭാവത്തോടെ കൊടുത്തു എന്നാണ് ഈശോ ശ്രദ്ധിക്കുന്നത്. എന്ത് കൊടുത്തു എന്നുള്ളതല്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ വിധവയായ സ്ത്രീയെ പോലെ നമ്മൾ കൊടുക്കുന്നതിനെല്ലാം വിലപിടിപ്പുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.